ഹലോ, ഞങ്ങൾ എവിടെയാ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കാറ്റൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ? ഇത് പാമ്പൻ പാലമാണ്. അങ്ങനെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രിപ്പിൽ എൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ രാമേശ്വരവും ധനുഷ്കോടിയാണ്. അതിൽ തന്നെ ധനുഷ്കോടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിൽ പാമ്പൻ പാലത്തിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അത് നമുക്ക് എന്താ പറയുക, പാമ്പൻ പാലം എന്ന് പറയുമ്പോൾ നമ്മളത് കണ്ടപ്പോൾ തൊട്ട് എപ്പോഴും നമ്മൾ കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ പോണ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപം പട്ടണത്തില് പാമ്പൻ ദ്വീപിലെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ റെയിൽവേ പാലമാണ് നമ്മുടെ പാമ്പൻ പാലം. അതുപോലെ തന്നെ 1914 പഴയ പാമ്പൻ പാലത്തിന് സമീപത്ത് തന്നെയാണ് പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 2.07 കിലോമീറ്ററോളം നീളം ഉണ്ടെന്നാണ് പറയണത്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ രാമേശ്വരത്തെ റെയിൽവേ സ്റ്റേഷനും നവീകരിച്ചിട്ടുണ്ട്. 2024 നിർമ്മാണം പൂർത്തിയാക്കിയ പാമ്പൻ പാലം 2025 ഏപ്രിലാണ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തത്. അതുപോലെ തന്നെ ഏകദേശം 108 വർഷത്തോളം പഴക്കമുള്ള നിലവിലത്തെ പാമ്പൻ പാലത്തില്, അതുകൊണ്ട് തന്നെ അതിൽ അറ്റകുറ്റപ്പണി ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയോണ്ടാണ് അവർ പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചത്. ഏകദേശം എനിക്ക് തോന്നുന്നു 540 കോടിയോളം രൂപ മുടക്കിയിട്ടാണ് പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഇതില് നമ്മള് റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിൽ ട്രെയിൻ പോണ സ്പീഡ് എന്ന് പറയുന്നത് 75 കിലോമീറ്റർ ആണ്. അങ്ങനെ എന്ത് രസമാണെന്നറിയോ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കാറ്റും അതുപോലെ എന്തൊരു നല്ല ബ്ലൂ കളറിലെ കടലാണ്, അത് കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ തന്നെ ആ പിള്ളേരൊക്കെ കുറേ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ അത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയണത് സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. നല്ല വെയിലുണ്ടായിട്ടും പക്ഷെ നമുക്ക് ആ വെയിൽ ഫീൽ ചെയ്യാത്തത് ഇത്രയും കാറ്റടിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ്. ഞങ്ങളുടെ ബസ് എന്തായാലും ഞങ്ങളോട് അവിടെ ഞങ്ങളെ ഇറക്കിയപ്പോഴേ പറഞ്ഞു, ഇവിടെ നമുക്ക് പാർക്കിംഗ് ഇല്ല, അവർ വന്ന് ഫൈൻ അടിക്കും, എപ്പോഴും പോലീസുകാർ വരണുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മൾ കാണാതെ പോകുന്ന മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് ബസ് ഫ്രണ്ടിലോട്ട് പോവാണ്, ഞാനോ ഇങ്ങോട്ട് ഓടുകയാണ്. പിന്നെയും ബസ് ഫ്രണ്ടിലോട്ട് എടുക്കുകയായിരുന്നു നടക്കുന്ന അനുസരിച്ച്. ബസ്സിലൊരു 20 പേരെന്തോ ഇറങ്ങിയുള്ളൂ, ബാക്കി 30 പേരും ബസ്സിൽ തന്നെയാണ് ഇരുന്നത്. എന്തായാലും ഞങ്ങള് തുടങ്ങുന്നിടം തൊട്ട്, അതായത് പാമ്പൻ പാലം തുടങ്ങുന്നിടം തൊട്ട് എൻഡ് വരെ നടക്കാനുള്ള ഭാഗ്യം കിട്ടി. നമുക്ക് അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് പക്ഷെ നമുക്ക് ക്ഷീണമൊന്നും തോന്നില്ല കേട്ടോ. നല്ല അടിപൊളിയാണ്, അടിപൊളി കാലാവസ്ഥയാണ്, അതുപോലെ തന്നെ നല്ല കാറ്റാണ്. അങ്ങനെ ഞങ്ങള് എൻജോയ് ചെയ്ത് പാമ്പൻ പാലത്തിൽ കൂടെ തന്നെ നടന്നു. അപ്പൊ എല്ലാരും ഇവിടെ വന്ന് അത് നമ്മൾ എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യുക, എങ്കിലും മാത്രമേ അതിന്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് വന്നോണ്ടാണോന്ന് അറിയത്തില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അത്രയ്ക്കൊരു എന്താ പറയാ ആ ഒരു ഭംഗി, അതാ നമുക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അത്രയ്ക്ക് ഭംഗിയാണ്. ആ മുകളിലൂടെ പറക്കുന്ന പരുന്തും അതുപോലെ ഈ ഭയങ്കര കളറാണ് അവിടുത്തെ. ഇത്രയും കളറുള്ളൊരു എന്താ പറയാ സമുദ്രം ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഗോപുരം പോലെ ഉണ്ട് കേട്ടോ. അതും ശരിക്കും നമ്മള് എന്താ പറയാ എന്തൊരു രസമായിട്ട് അത് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഞങ്ങളുടെ ബസ് കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങിയോണ്ടാണ് ഇത് കാണാൻ പറ്റിയത്, കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്. അങ്ങനെ അതുമെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു പാർക്കുണ്ട് കേട്ടോ, അവിടെയാണ് ബസ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഇവിടെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ കുറെ നേരം ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നടന്നു വന്നപ്പോ ട്രെയിൻ പോണു. അങ്ങനെ ട്രെയിൻ പോകുന്നതും കാണാൻ പറ്റി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.